കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? യെസ് മിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ ചെയ്തു തുടങ്ങിയത് K2 ഫോഴ്സസ് കണ്ടുപിടിക്കുന്നതാ അല്ലെ? K2 ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റിഡൻഡന്റ് ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ട് എല്ലാ മെമ്പറിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അതിലാദ്യം നമ്മളിപ്പോൾ ബാക്കിയുള്ള റിഡൻഡന്റ് ഫോഴ്സ് HD റിമൂവ് ചെയ്തു, എക്സ്റ്റേണൽ ലോഡിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? ഈ സെക്കൻഡ് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ടുള്ള എഫ് സിക്ക് യൂണിറ്റ് വാല്യൂ കൊടുത്തു. അതായത് ഒരു ടെൻസൈൽ ഫോഴ്സ് FC എന്ന് പറയുന്നത് രണ്ട് ജോയിന്റിൽ നിന്ന് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോലെ കൊടുത്തു. ഇനിയിപ്പോ എന്താ വേണ്ടത്? നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാണണം. സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാകും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാകും. ഡിയിൽ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം ഉണ്ടാകും. റോളർ സപ്പോർട്ട് അല്ലേ? ഇനി ഇത് കാണാനായിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കും. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കാൻ നേരം ആദ്യം എന്താണ്? സിഗ്മ H ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈക്വൽ ടു 0. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ ഇവിടെ HA ഉണ്ട്, പിന്നെ ഇത് രണ്ട് ഡയഗണൽ ഫോഴ്സ് ആണ് അല്ലെ? ഡയഗണൽ ഫോഴ്സ് ആകുമ്പോൾ ഇതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, ഈ രണ്ട് യൂണിറ്റ് ലോഡിനും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് 1 cos 53.13, ഇവിടത്തെ എന്ന് പറയുന്നത് 1 cos 53.13 അല്ലെ? എന്നിട്ട് നമ്മൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് എടുക്കുമ്പോൾ H എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക്, ദെൻ 1 cos 53.13 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക്, ആൻഡ് മുകളിലത്തത് ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ -1 cos 53.13. ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി പോകും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ദെൻ H എന്ന് പറയുന്നത് 0 ആയി. നമുക്കിനി H യുടെ ആവശ്യമില്ല. ദെൻ സിഗ്മ V ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ VA പ്ലസ് VD അപ്വേർഡ് ഡയറക്ഷനിൽ, ദെൻ വൺ സൈൻ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഒരെണ്ണം അപ്വേർഡ് ഡയറക്ഷനിൽ, അത് നമ്മൾ പ്ലസ് ആയിട്ട് എഴുതി, പ്ലസ് 1 സൈൻ 53.13. ആൻഡ് ഇവിടെ ഉള്ള വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ -1, ഇവിടെ ഉണ്ടാവുന്നത് -1, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം VA പ്ലസ് VD ഉണ്ടാകും. ദെൻ 1 സൈൻ 53.13 എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ, ആൻഡ് ഇവിടുത്തത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. സോ -1 സൈൻ 53.13 ആവും. അപ്പൊ നമുക്കിത് രണ്ടും ക്യാൻസൽ ആയി പോയി. ദെൻ VA പ്ലസ് VD ഈക്വൽ ടു 0. ഇനി VA പ്ലസ് VD സം 0 ആണ്. നമുക്കിനി VA എന്താണ്, VD എന്താണെന്ന് അറിയണം. അപ്പൊ VA എന്താ, VD എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മൊമെന്റ് എടുക്കണം. മൊമെന്റ് എടുക്കാനായിട്ട്
ഞാൻ ആദ്യം മൊമെന്റ് അബൌട്ട് എ, ഈ ജോയിന്റില് ജോയിന്റ് എക്ക് അബൌട്ട് ആയിട്ട്, ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ വോയിസ്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും? ഓക്കെ. അപ്പം ഇവിടെ മൊമെന്റ് അബൌട്ട് എ എടുക്കുകയാണ് ഞാൻ. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിക്ക് ചെയ്യാവുന്നത് എല്ലാ ഫോഴ്സ് എടുക്കുക, ആ ഫോഴ്സിന്റെ കമ്പോണന്റ് എടുത്തിട്ട്, അതായത് വൺ കോസ് 53.13, 1 സൈൻ 53.13, ഇതെല്ലാം കമ്പോണന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യാം. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വി എയും വി ഡിയും 0 വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊമെന്റ് എടുക്കാൻ നേരം ഇത് രണ്ടും ഇൻലൈൻ ഫോഴ്സ് ആണ് അല്ലെ? ഈ എഫ് സി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെമ്പർ ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഡയഗണൽ ഫോഴ്സ് ആണ്, യൂണിറ്റ് ലോഡാണ്. അത് ഡയഗണലിന് എലോങ് ആയിട്ടാണ്. അപ്പൊ ഈ ലൈൻ ഓഫ് ആക്ഷന്, ഈ ലൈൻ ഓഫ് ആക്ഷൻ എ, മൊമെന്റ് അബൌട്ട് എ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ എക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഈ ലൈൻ മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ കമ്പോണന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഡയറക്ട്ലി അതിന് എലോങ് ആയിട്ട്, അതായത് ഇതിന്റെ ഇൻലൈൻ ആയിട്ടാണല്ലോ ലോഡ് ആക്ട് ചെയ്യുന്നത്. ആ ലോഡ് വിത്ത് റെസ്പെക്ട് ടു എ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ 1 ഇൻറ്റു എക്സ് ചെയ്താൽ മതി മൊമെന്റ് കാണാനായിട്ട്. ആൻഡ് ഈ 1 എന്ന് പറയുന്നത്, ഈ ജോയിന്റ് എഫിൽ ആക്ട് ചെയ്യുന്ന 1 എന്ന് പറയുന്ന ലോഡ് എയിൽ ഉണ്ടാക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ആൻഡ് സിയിലുള്ള ലോഡ് എയിൽ ഉണ്ടാക്കുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ആൻഡ് ആ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതെന്താ? എക്സ് ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് വി ഡി, അതായത് വി ഡി കാരണം ഒരു മൊമെന്റ് ഉണ്ടാകും, ദാറ്റ് ഈസ് മൈനസ് വി ഡി ഇൻറ്റു ആ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഡി ആയിരിക്കും. അതിന്റെ വാല്യൂ ആണ് 13.5. മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ ലോഡ് ഇൻറ്റു ഈ ലോഡിന് മൊമെന്റ് എക്ക് അബൌട്ട് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് 1 ഇൻറ്റു എക്സ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണ് വി ഡി ഇൻറ്റു 13.5 മൈനസ് എക്സ് പ്ലസ് എക്സ് വന്നത്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി, 0 ആയി. സോ വി ഡിയുടെ വാല്യൂ നമുക്ക് 0 വന്നു. ഈ വി ഡിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി എ പ്ലസ് വി ഡി ഈക്വൽ ടു 0. അതിൽ വി ഡി 0 ആണ്, ദെൻ വി എയും 0 ആണ്. എന്തായാലും നമുക്ക് വി എ വി ഡി 0 ആണ് വരുന്നത്. അപ്പൊ അതിന് കമ്പോണന്റ് എടുത്ത് നിങ്ങൾ സമയം കളയണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ലൈൻ, ഏത് ലൈനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതും നമുക്ക് എടുക്കുന്ന റെഫറൻസ് പോയിന്റ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് ഞാൻ എക്സ് ആയിട്ട് എടുത്തത്. ക്ലിയർ ആണോ അരുണിമ? അരുണിമ മനസ്സിലായോ മൊമെന്റ് എടുക്കുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് എല്ലാം 0 എന്ന് കിട്ടി. എച്ചും വി എയും വി ഡിയും എല്ലാം 0 എന്ന് കിട്ടി. ഇനിയിപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റിഡൻഡന്റ് ഫോഴ്സ് 1 ആയിട്ടുള്ള 1 വെച്ചിട്ട് എല്ലാ മെമ്പറിലെയും മെമ്പർ ഫോഴ്സുകൾ കണ്ടുപിടിക്കാം. ഓക്കെ, സ്പീഡ് ചെയ്ത് നമുക്ക് തീർക്കാം. ഈ പ്രോബ്ലം കൊണ്ട് തന്നെ തീർക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ലോഡ് വരിക? സ്പീഡിൽ പറയാം. ആദ്യം ഞാൻ ജോയിന്റ് എ എടുക്കുകയാണ്. ജോയിന്റ് എ എന്ന് പറയുന്നത് ഇവിടെയാണ്. എച്ച് എ വി എ ഒക്കെ 0 ആണ്. അപ്പൊ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഇതെല്ലാം 0 അല്ലേ, പിന്നെ ഇവിടെ നിന്ന് ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ജോയിന്റ് എ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ ഡയറക്ഷനിൽ കെ എ ബി, ദെൻ ഈ ഡയറക്ഷനിൽ കെ എ എഫ്. ഈ ആംഗിൾ എത്രയായിരുന്നു? 53.13. 53.13. അപ്പൊ ഈ ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുത്താല് സിഗ്മ വി ഈക്വൽ ടു 0 ആദ്യം എടുക്കുക. സിഗ്മ വി ഈക്വൽ ടു 0 വരുമ്പോൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0. സോ കെ എ ബിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് അതെന്താണ്? സൈൻ 53.13 ഈക്വൽ ടു 0 വരും. കാരണം എന്താ? വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നുമില്ല ഇതിനെ ബാലൻസ് ചെയ്യാൻ. അപ്പൊ കെ എ ബി എന്ന് പറയുന്നത് എന്തായി? 0 ആയി. ഞാൻ അതിവിടെ മാർക്ക് ചെയ്യാം. കെ എ ബി എന്ന് പറയുന്നത് 0 ആയി. ഇത് 0 ഫോഴ്സ് ആയി. ഇനി അടുത്ത സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുക്കുകയാണ്. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വരും, കെ എ എഫും വരും. കെ എ എഫ് റൈറ്റ് സൈഡിലേക്കാ. സോ പ്ലസ് കെ എ എഫ് പ്ലസ് കെ എ ബി കോസ് 53.13 ഈക്വൽ ടു 0 വന്നു. നമുക്ക് കെ എ ബി ഓൾറെഡി 0 ആണെന്ന് കിട്ടി. അപ്പൊ പിന്നെ എന്താണ്? കെ എ എഫും വാല്യൂ 0 ആണ്. കെ എ എഫിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത ജോയിന്റ് ഏത് വേണം?
ഇതിപ്പോ ഇതും കിട്ടി. ഇനിയിപ്പോ നമുക്ക് അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് ജോയിന്റ് എഫ് എടുക്കാം. ജോയിന്റ് എഫ് എടുക്കുമ്പോൾ ഞാനിവിടെ ജോയിന്റ് എഫ് കൺസിഡർ ചെയ്യാണ്. ജോയിന്റ് എഫ് കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഫോഴ്സ് എന്താണ്? കെ എഫ് ഇ, ഈ ഫോഴ്സ്. ആൻഡ് മുകളിലേക്ക് കെ എഫ് ബി. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇത് സീറോ ആയില്ലേ? സീറോ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സീറോ നിങ്ങൾ മെമ്പറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മെമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന്. പിന്നെ ഇവിടെ എന്താണ്? ഡയഗണൽ ആയിട്ട് ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 53.13. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? സിഗ്മ എച്ച് ഈക്വൽ ടു സീറോ, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ. അപ്പൊ എന്താ? കെ എഫ് ഇ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. കെ എഫ് ഇ പ്ലസ് ഈ വണ്ണിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അതെന്താണ്? 1 cos 53.13 ഈക്വൽ ടു സീറോ. അപ്പൊ കെ എഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. -1 cos 53.13. എന്താണ് -1 cos 53.13യുടെ വാല്യൂ? -0.6 കിലോ ന്യൂട്ടൺ. ഇതാണ് എന്ത്? കെ എഫ് ഇയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് കെ എഫ് ബി കൂടെ കണ്ടുപിടിക്കാം. എങ്ങനെ? സിഗ്മ വി ഈക്വൽ ടു സീറോ, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ. അപ്പൊ നോക്കുമ്പോൾ കെ എഫ് ബി അപ്വേർഡ് ഡയറക്ഷനിലുണ്ട്. സോ പ്ലസ് കെ എഫ് ബി പ്ലസ് ഈ 1 എന്ന് പറയുന്ന ഡയഗണൽ ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അതാണ് 1 sin 53.13 ഈക്വൽ ടു സീറോ. അപ്പൊ കെ എഫ് ബിയുടെ വാല്യൂ എന്ത് വന്നു? -1 sin 53.13. അതിന്റെ വാല്യൂ ആണ് -0.8 കിലോ ന്യൂട്ടൺ എന്ന് വരിക. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഇത് കിട്ടി, ഇതിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് അടുത്ത ജോയിന്റ് കൺസിഡർ ചെയ്യേണ്ടത്, അടുത്ത ജോയിന്റ് ഏതെടുക്കാം? ജോയിന്റ് എഫ് എടുത്തു ഇല്ലേ? ജോയിന്റ് എഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്തത് ജോയിന്റ് ഇ എടുക്കാം. ഇവിടെ നിന്ന് തന്നെ പോവാം, താഴെ കൂടെ പോവാം. അപ്പോൾ ജോയിന്റ് ഇ എടുത്തു. ജോയിന്റ് ഇ എടുക്കുമ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? നമുക്കപ്പോൾ ഇത് മൂന്നെണ്ണം കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അതിന് മുന്നായിട്ട് നമുക്ക് ജോയിന്റ് ഡി കൺസിഡർ ചെയ്യാം. ജോയിന്റ് ഡിയിൽ എന്താണ്? രണ്ട് മെമ്പറേ ഉള്ളൂ ഇല്ലേ? എളുപ്പമുള്ളതല്ലേ? അത് ആദ്യം കൺസിഡർ ചെയ്യാം. ജോയിന്റ് ഡി എടുത്തു. ജോയിന്റ് ഡിയിൽ എന്താണ്? അങ്ങനെ നോക്കുക ഏതാണ് എളുപ്പം, അതായത് ഏതിലാണ് കുറച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ളത് അത് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മെമ്പർ ഫോഴ്സുകൾ മാക്സിമം ആദ്യമേ കണ്ടുപിടിച്ച് പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. കുറെ മെമ്പർ ഉള്ള ഒരു ജോയിന്റ് എടുക്കുന്നതിലും നല്ലത്. ഡി എടുക്കുമ്പോൾ നോക്കാം ഇവിടെ എന്താണ്? കെ സി ഡി, ഇവിടെ കെ ഇ ഡി. ഈ ആംഗിൾ എന്ന് പറയുന്നത് 53.13 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഞാനിനി സിഗ്മ എച്ച് ഈക്വൽ ടു സീറോ എടുക്കുകയാണ്. ആദ്യം സിഗ്മ വി ഈക്വൽ ടു സീറോ എടുക്കുക. സിഗ്മ വി ഈക്വൽ ടു സീറോ എടുക്കുമ്പോൾ ഈ കെ സി ഡിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് അതെന്താണ്? കെ സി ഡി സൈൻ 53.13 ഈക്വൽ ടു സീറോ എന്ന് വരും. കാരണം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്ത് വന്നു? കെ സി ഡി എന്ന് പറയുന്നത് സീറോ ആയിട്ട് വന്നു. ഇനി അടുത്തത് എന്താ? സിഗ്മ എച്ച് ഈക്വൽ ടു സീറോ. സിഗ്മ എച്ച് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു സീറോ. കെ ഇ ഡി ലെഫ്റ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? മൈനസ് കെ ഇ ഡി മൈനസ് കെ സി ഡി കോസ് 53.13 അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈക്വൽ ടു സീറോ. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. കെ സി ഡിയുടെ വാല്യൂ ഓൾറെഡി സീറോ ആണ്. അപ്പൊ നമുക്ക് കെ ഇ ഡി എന്തായി? സീറോ ആയിട്ട് വന്നു. ഈ മെമ്പർ സീറോ ആണ്.
എവിടെ വരെ എത്തി? അപ്പൊ നമുക്ക് കെ സി ഡി 0 ആണ്, കെ ഇ ഡി 0 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജോയിന്റ് ഇ എടുക്കാം. ജോയിന്റ് ഇ സബ് എടുക്കാം. ജോയിന്റ് ഇ എടുത്തിട്ട് ജോയിന്റ് ഇയില് ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇത് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു മെമ്പർ പിന്നെ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. ഇനി ഇവിടെ മുകളിലേക്ക് എന്താ? കെ ഇ സി ഉണ്ട്. ദെൻ ഡയഗണൽ ആയിട്ട് കെ ബി ഇ ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കെ എഫ് ഇ ഉണ്ട്. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം എടുക്കാം. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുക്കാം. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ കെ എഫ് ഇ ലെഫ്റ്റ് സൈഡിലേക്ക്, സോ മൈനസ് കെ എഫ് ഇ. ആൻഡ് ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 53.13. മൈനസ് കെ ബി ഇ കോസ് 53.13 ഈക്വൽ ടു 0. നമുക്ക് കെ എഫ് ഇയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. കെ എഫ് ഇ എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടിട്ടുള്ള വാല്യൂ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -0.6 ആണ്. കെ എഫ് ഇ എന്ന് പറയുന്നത് -0.6. സോ മൈനസ് ഓഫ് -0.6 മൈനസ് കെ ബി ഇ കോസ് 53.13 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് കെ ബി ഇ എന്ന് പറയുന്നത് 0.6 ഡിവൈഡഡ് ബൈ കോസ് 53.13 എന്ന് വരും. ആൻഡ് അതിന്റെ വാല്യൂ എത്ര വരും? 1 കിലോ ന്യൂട്ടൺ എന്ന് വരും. അതായത് കെ ബി ഇയുടെ വാല്യൂ കിട്ടി, അതെന്താ? 1 കിലോ ന്യൂട്ടൺ. ഇനി നമുക്ക് കിട്ടേണ്ടത് സിഇ. സിഇ എവിടെ നിന്ന് കിട്ടും? സി എന്ന് പറയുന്നത് കെ ഇ സി അല്ലേ? നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കെ ഇ സിയുടെ വാല്യൂ കിട്ടും. അപ്പം കെ ഇ സി എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ, സോ പ്ലസ് കെ ഇ സി പ്ലസ് കെ ബി ഇ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് സൈൻ 53.13 ഈക്വൽ ടു 0. കെ ഇ സി ഈക്വൽ ടു കെ ബി ഇയുടെ വാല്യൂ നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. അപ്പൊ കെ ഇ സി ഈക്വൽ ടു -1 സൈൻ 53.13. അതിന്റെ വാല്യൂ എന്ത് വരും? -1 സൈൻ 50.13 എന്ന് പറഞ്ഞാൽ -0.8 കിലോ ന്യൂട്ടൺ എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ കെ ഇ സിയുടെ വാല്യൂ കിട്ടി, ഈ വാല്യൂ കിട്ടി. ഇപ്പൊ എന്താണ്? ബാക്കി എല്ലാ വാല്യൂവും കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സിയുടെ കൂടെ കണ്ടുപിടിക്കണം. ബി സിയുടെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം ഏതാണ്? നമുക്ക് സി എന്ന് പറയുന്ന ജോയിന്റ് എടുക്കാം. ജോയിന്റ് സി ഞാൻ കൺസിഡർ ചെയ്യണം. ഇവിടെ നോക്കുക, ജോയിന്റ് സി എടുക്കുകയാണെങ്കിൽ ഇത് 0 മെമ്പർ ആണ്. ആൻഡ് ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് കെ ബി സി. കെ ബി സി ആണ് നമുക്ക് കാണേണ്ടത്. താഴോട്ട് ആക്ട് ചെയ്യുന്നത് കെ സിഇ, നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചു. ആൻഡ് ഇവിടെ എന്താണ്? ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ആംഗിൾ ആണ് 53.13. ഡയഗണൽ എലമെന്റ് ഉണ്ട് സി ഡി, അതിൽ നമ്മൾ ഓൾറെഡി വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത് 0 ആണ്. അപ്പൊ നമുക്കത് നമ്പർ അവോയ്ഡ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കെ ബി സി ആ. ഡയറക്ട്ലി ഞാനപ്പോ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുത്താൽ മതി. അത് മാത്രം കണ്ടാൽ മതി, കാരണം നമുക്ക് സിഇ ഓൾറെഡി അറിയാം. നമുക്ക് ബി സി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്താണ്? കെ ബി സി ലെഫ്റ്റ് സൈഡിലേക്കല്ലേ? മൈനസ് കെ ബി സി മൈനസ് കെ ബി സി ആൻഡ് ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അതും ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. മൈനസ് കോസ് 53.13 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് കെ ബി സി എന്ത് വന്നു? -1 കോസ് 53.13 ആൻഡ് അതിന്റെ വാല്യൂ -0.6 കിലോ ന്യൂട്ടൺ എന്ന് വരും. അങ്ങനെ നമുക്ക് ബി സിയും കിട്ടി. ഇപ്പൊ എല്ലാ മെമ്പർ ഫോഴ്സുകളും കിട്ടി. ഇതിനെ ഞാൻ നമ്മളുടെ ടേബിളിലേക്ക് ആഡ് ചെയ്യാണ് എല്ലാ വാല്യൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കെ ടുവിന്റെ വാല്യൂ ആഡ് ചെയ്യാണ്. കെ ടുവിന്റെ വാല്യൂ ഇവിടെ 0, എ ബിയിൽ 0 ആൻഡ് ബി സിയിൽ -0.6 ആൻഡ് 0 0 -0.6 ആൻഡ് സി എഫ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സി എഫ് എന്ന് പറയുന്ന മെമ്പർ ഏതാണ്? ഇവിടെ നോക്കുമ്പോൾ സി എഫ് എന്ന് പറയുന്ന മെമ്പർ എന്ന് പറയുന്നത് ഈ ഒരു മെമ്പർ അല്ലേ? ആൻഡ് സി എഫിലാണ് നമ്മളിപ്പോൾ റിഡൻഡന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെ? നേരത്തെ നമ്മൾ സി എഫിന്റെ വാല്യൂ 0 കൊടുത്തു, കാരണം ഇത് റിഡൻഡന്റ് ഫോഴ്സ് ആണ്. അന്നേരം നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണ് ബാക്കി ഫോഴ്സസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ സി എഫിന്റെ വാല്യൂ അപ്പൊ നമ്മൾ 0 കൊടുത്തു. ബട്ട് ഈ കേസിൽ നമ്മൾ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് സി എഫ് ആണ്. ആൻഡ് സി എഫിൽ കൊടുത്തിട്ടുള്ള മെമ്പർ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ ടേബിളിൽ സി എഫിന്റെ വാല്യൂ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു കോളം ഈ ഒരു റോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ മെമ്പറിന്റെ.
ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മള് എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള മെമ്പർ ഫോഴ്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിഡൻഡന്റ് ഫോഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള മെമ്പർ ഫോഴ്സ്, ദെൻ രണ്ടാമത്തെ മെമ്പർ ഫോഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ റിഡൻഡന്റ് ഫോഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള മെമ്പർ ഫോഴ്സുകൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സ്. ഇതാ ഈ F11 F21 ഡയറക്റ്റ്ലി ഈ കോളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യം ഞാൻ എന്താ കാണാൻ പോകുന്നത്? F11 കാണാൻ പോവാണ്. F11ന്റെ ഇക്വേഷൻ എന്താ? സിഗ്മ K1 into L by A, അതായത് സിഗ്മ K1 സ്ക്വയർ L by A. അതിൽ ഇയുടെ വാല്യൂ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം എന്ത് ചെയ്യാം? K1 സ്ക്വയർ L by A മാത്രം ചെയ്യാം. ഇയുടെ വാല്യൂ നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്? K1 സ്ക്വയർ L by A എന്ന് പറയുന്നത് L by A ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ K1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ K1ന്റെ വാല്യൂ. സോ ദിസ് ടേം സ്ക്വയർ ഇൻറ്റു L by A. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എല്ലാം തമ്മിൽ. ഇതിന്റെ സ്ക്വയർ കാണാം, ഈ കോളത്തിന്റെ സ്ക്വയർ കാണാം, ഇൻറ്റു ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, K1 സീറോ ആണ്. അപ്പൊ K1 വെച്ച് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ്? സീറോ വരുള്ളൂ. ഇതിവിടെ സീറോ. ദെൻ ഇവിടെയും K1 സീറോ ആണ്. സോ K1 സ്ക്വയർ L by A എന്ന് പറയുന്നതും സീറോ ആയിരിക്കും. ഇവിടെയും സീറോ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ K1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ ഇൻറ്റു L by A. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. L by A യുടെ വാല്യൂ 1.5. സോ 1 സ്ക്വയർ ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ ഇവിടെ 1.5 എന്ന് വരും. അഗൈൻ ഇവിടെ എന്താണ്? 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു L by A 1.5. ഇവിടെയും 1.5. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം നിങ്ങൾ. ഇവിടെ മൊത്തം ഇനി K1ന്റെ വാല്യൂ സീറോ ആണ്. സോ ഞാൻ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി കാണേണ്ടത് ഇവിടെ വാല്യൂ എന്താ നമുക്ക് വേണ്ടത്? സിഗ്മയാണ് വേണ്ടത്. ഇക്വേഷനിൽ F11 ഈക്വൽ ടു സിഗ്മ K1 സ്ക്വയർ L by A ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ K1 സ്ക്വയർ L by A നമ്മൾ ഓരോ മെമ്പറിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് കാണേണ്ടത് എന്താണ്? സിഗ്മയാണ്. അതായത് ഈ എഴുതിയിട്ടുള്ള എല്ലാ ടേമിന്റെയും സിഗ്മ എടുക്കുക. അപ്പൊ നമുക്ക് സിഗ്മ K സ്ക്വയർ L by A എന്നുള്ള വാല്യൂ കിട്ടും. ഇതിന്റെ എല്ലാത്തിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ? 1.5, 1.5, 1.5. ടോട്ടൽ എന്ന് പറയുന്നത് 4.5. ഓരോ കോളത്തിന് താഴെയും അതിന്റെ സം എടുത്ത് എഴുതാം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് F12. F12ന്റെ ഇക്വേഷൻ എന്താ ഞാൻ എഴുതിയത്? സിഗ്മ K1 K2 L by A. അപ്പൊ K1 മൾട്ടിപ്ലൈ ചെയ്യുക, K1 ഇൻറ്റു K2 മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു L by A ചെയ്യുക. അപ്പൊ K1 K2 L by A എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അതിന് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ K1 K2 L by A എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി F12 F21 ശ്രദ്ധിച്ചാൽ F12 എന്താ? K1 K2 L by A ഇതാ. അത് തന്നെയാണ് F21 എന്ന് പറയാം അല്ലേ? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും മതി, F12 അല്ലെങ്കിൽ F21. ഞാനിവിടെ F12 ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? K1 K2 ഇൻറ്റു L by A. അപ്പൊ ഈ കോളം ഇൻറ്റു ഈ കോളം ഇൻറ്റു L by A യുടെ കോളം. അപ്പൊ ഇവിടെ K1 ഉം K2 ഉം സീറോ ആണ്. അപ്പൊ പിന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും സീറോ ആയി. ഇവിടെയും ഏതെങ്കിലും ഒരു ടേം സീറോ ആയാൽ നിങ്ങൾക്ക് ഇവിടെ സീറോ ആവും. ഓക്കെ, സീറോ ഇൻറ്റു സീറോ ആയി. ഇവിടെയും സീറോ ആവും. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ K2 സീറോ ആണ്. അപ്പൊ അഗെയിൻ ഇവിടെ സീറോ വന്നു. ആൻഡ് ഇവിടെ K1 എന്ന് പറയുന്നത് 1 ഇൻറ്റു -0.6 ഇൻറ്റു L by A എന്ന് പറയുന്നത് 1.5. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂ പറഞ്ഞുതരാമോ? EFന്റെ K1 F12ന്റെ വാല്യൂ പറഞ്ഞുതരാമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? ആരെങ്കിലും എനിക്ക് വാല്യൂ പറഞ്ഞു തരുമോ? മൈനസ് 0.9. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് K1 K2 L by A കാണുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ടേം സീറോ ആയാലും ബാക്കി എല്ലാം സീറോ. ഇവിടെ നോക്കുക, ഇതെല്ലാം സീറോ ആയിട്ട് വരും. ഇനി ഇതിന്റെ സം എഴുതാം. ലാസ്റ്റ് സം ആകുമ്പോൾ ഇവിടെ ആകെ ഒരു ടേമേ ഉള്ളൂ, -0.9. ഇനി അടുത്ത നമുക്ക് കാണുന്നത് എന്താണ്? F22. F12 തന്നെയാണ് F21 എന്ന് പറയുന്നത്. F22 എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ K2 സ്ക്വയർ L by A. ഇതിൽ നമുക്ക് K2 സ്ക്വയർ L by A കാണാം സെപ്പറേറ്റ് ആയിട്ട്.
സോ K2 സ്ക്വയർ L by A. അപ്പൊ എന്താണ് K2ന്റെ കോളം എടുക്കുക, L by A യുടെ കോളം എടുക്കുക. അപ്പൊ K2 ഇവിടെ 0 ആണ്. K2 സ്ക്വയർ ഇൻറ്റു L by A. K2 ഇവിടെ 0 ആണ്, ഇവിടെ 0. Then minus 0.6 whole square into L by A. എന്ത് വരും വാല്യൂ? 0.27. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നോക്കുക വാല്യൂസ് തന്നെയാണോ വരുന്നതെന്ന്. ദെൻ ഇവിടെ അഗെയിൻ K2 0 ആണ്, ഇവിടെയും K2 0 ആണ്, 0. ദെൻ ഇവിടെ വീണ്ടും മൈനസ് 0.6 ഓൾ സ്ക്വയർ ഇൻറ്റു L by A എന്ന് പറയുന്നത് 1.5. അഗെയിൻ പോയിന്റ് സോറി, ഇവിടെ L by A യുടെ വാല്യൂ വ്യത്യാസമുണ്ട്. 1.5, ഇവിടെ 0.75 ആണെങ്കിൽ ഇവിടെ 1.5 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നത് 0.54 ആണ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ K2 0, സോ ഇവിടെ 0. ദെൻ ഇവിടെ K2ന്റെ വാല്യൂ 0.8. സോ 0.8 സ്ക്വയർ ഇൻറ്റു 2 എന്ത് വരും വാല്യൂ? 1.28. ഞാൻ വാല്യൂസ് എഴുതി തരാം, നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ സം സോറി മിസ്, ഒന്നുമില്ല മിസ്, മിസ്റ്റേക്ക്. ഓക്കെ, ഇത് സ്ക്വയർ ആണ്, K2 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് K2ന് മൈനസ് അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോസിറ്റീവ് ആയി കഴിഞ്ഞു. ഇതെന്തായാലും ടേം പോസിറ്റീവ് ആയിട്ടേ വരുള്ളൂ, K2 സ്ക്വയർ. അതുപോലെ K1 സ്ക്വയർ അല്ലേ ചെയ്യുമ്പോഴും പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. ഓക്കെ, ഇതിന്റെ സം എടുക്കുക നമുക്ക്. F22 എന്ന് പറയുന്നതിന്റെ ഈ കോളത്തിന്റെ മൊത്തം സം എടുത്ത് കഴിയുമ്പോൾ 8.37 വരും. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എല്ലാ ടേംസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഞാൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതട്ടെ. ഇവിടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എങ്ങനെയാണ്? F ഈക്വൽ ടു F11, F12, F21 ആൻഡ് F22. അപ്പൊ F11ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ K1 സ്ക്വയർ L by AE. A ആണ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? സിഗ്മ K1 സ്ക്വയർ L by A ആണ്. നമുക്ക് എന്താണ് ഒരു 1/E എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ 1/E പുറത്തെടുത്ത് എഴുതാണ്. ദെൻ K1 സ്ക്വയർ L by A യുടെ വാല്യൂ ഇവിടെ എന്താണ്? F11 ആണ്. F11ന്റെ വാല്യൂ 4.5. ഈ കിട്ടിയിട്ടുള്ളത് F12 അത് തന്നെയാണ് F21. അത് മൈനസ് 0.9, ഇവിടെ മൈനസ് 0.9 ആൻഡ് ഈ വാല്യൂ F22 ആണ്. സോ 8.37. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. എഫിന്റെ വാല്യൂ കിട്ടി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ മെട്രിക്സും കാണാൻ പറ്റും. ഡെൽറ്റ മെട്രിക്സ് കാണാനായിട്ട് ഡെൽറ്റ 1L ഇക്വേഷൻ ആണ് P ഇൻറ്റു K1L by A. ഞാൻ ആദ്യം ഡെൽറ്റ 1L ഈക്വൽ ടു P ഇൻറ്റു K1L by A. ഓക്കെ, അത് ഞാനിവിടെ ഡെൽറ്റ 1L കാണാനായിട്ടാണ് ഇവിടെ ഈ കോളത്തിൽ ഡെൽറ്റ 1L എന്ന് എഴുതരുത്, ഇക്വേഷൻ വേറെയാണ്. ഡെൽറ്റ 1L കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് P ഇൻറ്റു K1 ഇൻറ്റു L by A ചെയ്യുന്നത്. ഡെൽറ്റ 1Lന്റെ ഇക്വേഷനിൽ താഴെ ഒരു E കൂടെ ഉണ്ട്, AE ഉണ്ട്. അത് നമ്മൾ ലാസ്റ്റ് 1/E മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ P ഇൻറ്റു K1 ഇൻറ്റു L by A എന്ന് പറയുമ്പോൾ Pന്റെ മെട്രിക്സ് ഏതാണ്? Pന്റെ കോളം ഏതാണ്? ഈ ഒരു കോളം ഇൻറ്റു L by A യുടെ കോളം ഇൻറ്റു K1ന്റെ കോളം. ഈ 3 കോളം മൾട്ടിപ്ലൈ ചെയ്യാം. 1.5 ഇൻറ്റു -500 എത്രയാണോ അത് ഇവിടെ വരും. ദെൻ 0.75 ഇൻറ്റു -375 ചെയ്താൽ അടുത്ത കോളം വരും. ഞാൻ വാല്യൂസ് എഴുതി തരാം. ഇവിടെ K1ന്റെ വാല്യൂസ് അല്ലേ നമുക്ക് ഇക്വേഷനിൽ P ഇൻറ്റു K1 ഇൻറ്റു L by A ഈ 3 കോളം മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 3 0 വരുന്നുണ്ട്. അപ്പൊ 0 ഇത് 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 562.5 then 450. ബാക്കി എല്ലാ വാല്യൂസും 0 വന്നു. ഇനി ഇതിന്റെ സം എഴുതാം. ഈ ഡെൽറ്റ 1L കണ്ടിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സം എടുത്ത് കഴിയുമ്പോൾ താഴെ സം വാല്യൂ എന്ന് പറയുന്നത് 1462.5 വരും. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ തന്നെ ഡെൽറ്റ 2L കാണാം. ഡെൽറ്റ 2Lന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ P ഇൻറ്റു K2 ഇൻറ്റു L by A. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? P ഇൻറ്റു K2 ഇൻറ്റു L by A. ഓക്കെ, അപ്പൊ P ഇൻറ്റു K2 ഈ കോളം ഇത് മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ K2 0 ആയിട്ടുള്ളതെല്ലാം ആ ഒരു ടേം എല്ലാം 0 ആയിരിക്കും. K2 ഇവിടെ 0 ആണ്, ഇവിടെ രണ്ടിടത്തും 0 ആണ്. ദെൻ
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ്. ദെൻ K2 ബാക്കി എവിടെയാ 0? ഇത്ര സ്ഥലത്ത് മാത്രമാണ് K2 0 ആയിട്ട് വരുന്നത്. ബാക്കി നമുക്കപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. വാല്യൂസ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇതിന്റെ സം എടുത്ത് എഴുതി വെക്കുക. എന്താണ് ഡെൽറ്റ 1L കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിന്റെ സം എന്ന് പറയുന്നത് -1068.75 എന്ന് വരും. നമ്മൾ എന്താ ഡെൽറ്റ 1L ഡെൽറ്റ 2L വാല്യൂ കിട്ടാണ്. നമുക്ക് ഇതിൽ നിന്ന് ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ ആണ്. ഇവിടെ ഡെൽറ്റ ജെ എന്ന് പറയുന്നത് എന്താ? സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കണ്ടീഷൻ ഇവിടെ തന്നിട്ടില്ല, നമ്മൾ 0 കൊടുത്തു. ദെൻ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പം മൈനസ് ഓഫ് ഡെൽറ്റ എൽ ആയിരിക്കും. ഈ ഡെൽറ്റ എൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ 2 റിഡൻഡന്റ് ഫോഴ്സ് ആണ് ഉള്ളത്. സോ മൈനസ് ഓഫ് ഡെൽറ്റ 1L ഡെൽറ്റ 2L. ഈ ഡെൽറ്റ 1L എന്ന് പറയുന്നതിൽ ഇക്വേഷൻ ആണ് P ഇൻറ്റു K1 ഇൻറ്റു L ബൈ എ. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് സിഗ്മ P ഇൻറ്റു K1 ഇൻറ്റു L ബൈ എ ആണ്. ഒരു 1/e നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ആ 1/e കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതാണ്. ഇൻറ്റു ഡെൽറ്റ 1L സം ഓഫ് ഡെൽറ്റ 1L ഇതെല്ലാത്തിന്റെയും കൂടെ സം എന്താണ്? 1462.5 അത് എഴുതി. രണ്ടാമത്തെ കോളത്തിന്റെ സമ്മ് -1068.75. ഇവിടെ ഒരു മൈനസ് ഇല്ലേ? ആ മൈനസിനെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ? 1/e ഇൻറ്റു മൈനസിനെ ഞാൻ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1462.5 1068.75. ഇതാണ് നമ്മളുടെ ഡെൽറ്റ മെട്രിക്സ്. അപ്പൊ എഫ് മെട്രിക്സ് കിട്ടി, ഡെൽറ്റ മെട്രിക്സ് കിട്ടി. ഇനി നേരത്തെ തന്നെ ഇക്വേഷൻ. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? മെമ്പർ ഫോഴ്സുകൾ പല കണ്ടീഷനിൽ കാണാം. അതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സും കിട്ടും, ഡാറ്റ മെട്രിക്സിന്റെ എലമെന്റ്സും കിട്ടും. ഇതിന്റെ എല്ലാത്തിന്റെയും സം എടുത്ത് എഴുതാം, മെട്രിക്സ് ഫോമിലാക്കി എഴുതാം. ഒരു 1/e നമുക്ക് ഇക്വേഷനിൽ ഇല്ല, അതായത് ടേബിളിൽ എഴുതുമ്പില്ല, ബട്ട് ഇക്വേഷനിൽ 1/e ഉണ്ട്. അപ്പൊ ആ 1/e നമ്മൾ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ മെട്രിക്സും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് റിഡൻഡന്റ് ഫോഴ്സുകളെ കണ്ടുപിടിക്കാം. റിഡൻഡന്റ് ഫോഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഇൻറ്റു പി ഈക്വൽ ടു ഡെൽറ്റ. എഫ് മെട്രിക്സ് കിട്ടിയിട്ടുള്ളത് 1/e ഇൻറ്റു 4.5 മൈനസ് 0.9 ഇൻറ്റു P1 P2. ഇവിടെ P1 എന്ന് പറയുന്നത് എന്താണ്? HD ആയിരുന്നു റിഡൻഡന്റ് ഫോഴ്സ്. ആൻഡ് P2 എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് ഇൻ FC അല്ലേ? FC-യിലുള്ള മെമ്പർ ഫോഴ്സ് ആണ് FC എന്ന് പറയുന്നത്. ദെൻ ഈക്വൽ ടു ഡെൽറ്റയുടെ വാല്യൂ 1/e ഇൻറ്റു മൈനസ് 1462.5 1068.75. മൾട്ടിപ്ലൈ ചെയ്യുക. P1 P2ന്റെ വാല്യൂ കാണാം. ഇവിടെ 1/e ഉണ്ട്, ഇവിടെ 1/e ഉണ്ട്. രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാണ്. ആൻഡ് 4.5 P1 മൈനസ് 0.9 P2 ഈക്വൽ ടു മൈനസ് 1462.5. ദെൻ സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് 0.9 P1 പ്ലസ് 8.37 P2 ഈക്വൽ ടു 1068.75 വരും. രണ്ട് ഇക്വേഷൻ വരും. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് P1 P2ന്റെ വാല്യൂ എനിക്ക് പറഞ്ഞു തരാം. P2 ഈക്വൽ ടു P1 ഈക്വൽ ടു P1ന്റെ വാല്യൂ വരിക. നമ്മൾ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. -306.04 kilonewton and P2 equal to 94.78 kilonewton. ഇതെന്താണ്? ഈ കിട്ടിയിട്ടുള്ളത് എന്റെ HD ആണ്. ആൻഡ് P2 എന്ന് പറയുന്നത് എന്റെ FC എന്ന് പറയുന്ന മെമ്പറിലുള്ള ഫോഴ്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടോ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി മിസ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ P1 P2 എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എത്രയാണോ റിഡൻഡന്റ് ഫോഴ്സ് എന്നുള്ളതാണ്. നമുക്കിനി നമ്മള് ഫൈനൽ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഡ്രസ്സിലുള്ള മെമ്പർ ഫോഴ്സുകൾ കാണാം. നമ്മളിപ്പോ ചെയ്തിട്ടുള്ള മെമ്പർ ഫോഴ്സുകളെല്ലാം പല സെക്ഷൻ ആയിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് എക്സ്റ്റേണൽ ലോഡ് മാത്രം കൊടുത്തിട്ടുള്ളത്, ദെൻ റിഡൻഡന്റ് ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ടുള്ളത് അല്ലെ. നമുക്ക് അറ്റ് ലാസ്റ്റ് വേണ്ടത് ഈ ടോട്ടൽ സ്ട്രക്ചറിൽ, അതായത് ഈ റിഡൻഡന്റ് ഫോഴ്സും എക്സ്റ്റേണൽ ലോഡും ടുഗദർ ആയിട്ട് ഈ ട്രസ്സിൽ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മെമ്പർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അല്ലെ. ഈ മെമ്പറിൽ, അതായത് ഈ ട്രസ്സിൽ തന്നിട്ടുള്ള ട്രസ്സിൽ എക്സ്റ്റേണൽ ലോഡും ഉണ്ട് റിഡൻഡന്റ് ഫോഴ്സും ഉണ്ട്. നമ്മൾ ഇതിന് വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഇതുവരെയുള്ള മെമ്പർ ഫോഴ്സുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് റിഡൻഡന്റ് ഫോഴ്സിന് കൊടുത്തിട്ടുള്ള വാല്യൂ യൂണിറ്റ് വാല്യൂമായിരുന്നു. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രസ്സിൽ മൊത്തത്തിലെ എല്ലാ ഫോഴ്സും, എക്സ്റ്റേണൽ ഫോഴ്സും റിഡൻഡന്റ് ഫോഴ്സിന് അതിൻ്റെതായ വാല്യൂ തന്നെ, അതായത് ഇപ്പൊ HD-ക്ക് -306.04 ഇട്ട് കൊടുത്താലും FC-ക്ക് 94.78 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും എല്ലാം കൂടെ ആകെ ടോട്ടലി ആ ഓരോ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന മെമ്പർ ഫോഴ്സ് ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഫൈനൽ ഫോഴ്സ്. ഈ ഫൈനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മെമ്പറിലുള്ള ഫൈനൽ ഫോഴ്സ്, ഫോഴ്സ് ഇൻ എ മെമ്പർ എന്ന് പറയുന്നത് പി ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കോളം എഴുതിയിട്ടുണ്ട് ഇല്ലേ. പി ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മെമ്പർ ഫോഴ്സ് പ്ലസ് P1 ഇൻറ്റു K1. എന്താണ് P1? റിഡൻഡന്റ് ഫോഴ്സ് 1, അതായത് HD-യുടെ വാല്യൂ ആണ് P1 എന്ന് പറയുന്നത്, അതാണ് -306.04 ഇൻറ്റു K1. K1 എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് വെൻ റിഡൻഡന്റ് ഫോഴ്സിന് നമ്മൾ 1 യൂണിറ്റ് വാല്യൂ, HD-ക്ക് യൂണിറ്റ് വാല്യൂ കൊടുത്തപ്പോഴാണ് നമ്മൾ K1 കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താണ്, HD-ക്കുള്ള ആകെ വാല്യൂ കൊടുക്കുമ്പോഴതാണ്. അപ്പം യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ K1 ആണെങ്കിൽ 306.04 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ P1 ഇൻറ്റു K1. സിമിലർലി K2 എന്ന് പറയുന്നത് സെക്കൻഡ് റിഡൻഡന്റ് ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടിയ മെമ്പർ ഫോഴ്സുകളാണ്. അപ്പം ശരിക്കും FC-യുടെ വാല്യൂ എന്താണ്, 94.78 ആണ്. അതുകൊണ്ട് മെമ്പർ ഫോഴ്സിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്തായിരിക്കും, P2 ഇൻറ്റു K2. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇക്വേഷൻ എഴുതിയത് ക്ലിയർ ആണോ? P1 P നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, K1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, K2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മെമ്പറിനും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ K1 K2 എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോഴുള്ളതാണ്. ബട്ട് ആക്ച്വലി ആ മെമ്പറിൽ ഉണ്ടാവുന്നത് K1 ആയിരിക്കില്ല, കാരണം റിഡൻഡന്റ് ഫോഴ്സുകൾക്ക് വാല്യൂ ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ വാല്യൂ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് കിട്ടും. എന്നിട്ട് ആകെ സം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെമ്പറിൽ എത്ര ഫോഴ്സ് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കാം, ഇതിന്റെ ഓരോ മെമ്പർ ആയിട്ട് എടുക്കുക. ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് മെമ്പർ AB എടുക്കുകയാണ്. മെമ്പർ AB എന്ന് പറയുന്നതില് ഇവിടെ തന്നെ ചെയ്യാം, ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ചെയ്യാം. നോക്കാം, ഇതല്ലേ AB എന്ന് പറയുന്ന മെമ്പർ. ഈ ഒരു മെമ്പറിൽ P-യുടെ വാല്യൂ എനിക്കറിയാം, K1-ന്റെ വാല്യൂ അറിയാം, K2-ന്റെ വാല്യൂ അറിയാം. ആൻഡ് നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങൾ വേണ്ട. ഇവിടെ കാണേണ്ടത് നമുക്ക് ഫൈനൽ ഫോഴ്സ് ആണ്, ഫൈനൽ മെമ്പർ ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P പ്ലസ് P1 ഇൻറ്റു K1 പ്ലസ് P2 ഇൻറ്റു K2. P1-ന്റെ വാല്യൂ എന്ന് പറയുന്നത് -306.04 ആൻഡ് P2-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 94.78. അപ്പൊ നമുക്ക് P എന്ന് പറയുന്നത് ഇതാണ്, K1 എന്ന് പറയുന്നതാണ്, K2 ഇതാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ആദ്യം മെമ്പർ AB-യിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P-ന്റെ വാല്യൂ -500 പ്ലസ് P1-ന്റെ വാല്യൂ എന്ന് പറയുന്നത് -306.04 -306.04
ഇൻറ്റു K1 എന്താണ് 0 ആണ് പ്ലസ് P2 ഇൻറ്റു 94.78 ഇൻറ്റു K2ന്റെ വാല്യൂ എന്താണ് 0 ആണ്. ഇവിടെ എന്താ വരിക ആകെ -500 എ ബിയിൽ ഉണ്ടാവുന്നത്. ദെൻ ബി സി എടുക്കുകയാണെങ്കിൽ ബി സിയിലെ പിയുടെ വാല്യൂ എന്താണ് -375 പ്ലസ് P1 ഇൻറ്റു K1 ന്റെ വാല്യൂ 0 ആണ് അത് എടുക്കണ്ട. ദെൻ P2 ഇൻറ്റു K2 ന്റെ വാല്യൂ -0.6 ഇൻറ്റു P2ന്റെ വാല്യൂ 94.78 ഈക്വൽ ടു ബി സിയിലെ മെമ്പർ ഫോഴ്സ് എത്ര വരും വാല്യൂ പറയാമോ? ബി സിയിലെ മെമ്പർ ഫോഴ്സിന്റെ വാല്യൂ ആരെങ്കിലും ആൻസർ പറഞ്ഞുതരോ? -431.86. -431.86. ഇനി അടുത്തത് സി ഡി കാണുമ്പോൾ എന്താണ് പിയുടെ വാല്യൂ എന്താണ് -625 പ്ലസ് P1 ഇൻറ്റു K1ന്റെ വാല്യൂ 0 ആണ് K2ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ എന്താ +0 വരും. ആൻസർ -625. ദെൻ അഗെയിൻ അടുത്തത് ഡി കാണുമ്പോൾ ഡിയിലെ പിയുടെ വാല്യൂ എന്താണ് 375 പ്ലസ് K1 എന്ന് പറയുന്നത് 1 ഇൻറ്റു 306.04 -306.04. K2ന്റെ വാല്യൂ പിന്നെ 0 അല്ലേ ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 68.96. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ വാല്യൂസ് തരാം. ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നെറ്റ് ഫോഴ്സുകൾ വരാം ഓരോ മെമ്പറിലെയും 6.04, 224.2, 424.17, 219.78 and 94.78. ഇതെന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓരോ മെമ്പറിലെയും മെമ്പർ എ ബിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫൈനൽ ഫോഴ്സ് ആണ് -500. എന്താണ് അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് ആണ്. ദെൻ ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് -431.86. ആകെ നമുക്ക് കിട്ടിയത് എന്താ ഇപ്പൊ ഫൈനൽ റിസൾട്ട് ആണ് ഈ വാല്യൂസ് എല്ലാം. ഇത്രയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് ഇപ്പൊ ഞാൻ ഈ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കോളത്തിന്റെ ഈ ടേബിളിന്റെ കൂടെ എഴുതിയെന്നുള്ളൂ. ബട്ട് നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ ശരിക്കും ചെയ്യുമ്പോൾ ഇതൊരു അടുത്ത സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. മെമ്പർ എ ബി മെമ്പർ ബി സി ആ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഞാനത് എളുപ്പത്തിന് വേണ്ടി ടേബിളാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇത് കിട്ടുന്നുണ്ടോ എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. നമുക്കിപ്പം മൊഡ്യൂൾ 3 ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. ഇനി മൊഡ്യൂൾ 3 നിങ്ങൾ പഠിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്ക് മൊഡ്യൂൾ 3 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തു. താങ്ക് യു. മിസ് മനു പ്രസന്റ് ആണ്. ഹലോ മിസ്. ഓക്കെ മനു, അറ്റൻഡൻസ് ഞാൻ എടുത്തിട്ടില്ല.